പാണക്കാട് സയ്യിദ് ഷഫീഖ് അലി ശിഹാബ് അവർ, അതുപോലെ തന്നെ നമ്മുടെ മഹത്തായ സംഗമത്തിലേക്ക് സാക്ഷികളായ ബഹുമാനപ്പെട്ട നമ്മുടെ മേൽ ജമാഅത്തിന്റെ ഖതീബും പ്രഗത്ഭ പ്രാസംഗികനുമായ ബഹുമാനപ്പെട്ട താജുദ്ദീൻ അലി ഉസ്താദ് അവർ, അതുപോലെ തന്നെ നാഫി ഉസ്താദ്, അതുപോലെ തന്നെ നമ്മുടെ മഹത്തായ മഹലിലെ ബഹുമാനപ്പെട്ട ഉസ്താദ് ഇബ്രാഹിം ഉസ്താദ്, അതുപോലെ തന്നെ മലിം ഉസ്താദ്, നമ്മുടെ മഹത്തായ റബ്ബാനിയ മസ്ജിദിന്റെ ഭാരവാഹികളെ, ഈ മഹത്തായ സംഗമത്തിൽ ഒരുമിച്ച് കൂടിയ ബഹുമാനപ്പെട്ട മുഅ്മിനീങ്ങൾ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മഹത്തായ സംഗമം അവൻ പൊരുത്തപ്പെട്ട ഒരു സംഗമമായി കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാ, നമ്മെ സംബന്ധിച്ചിടത്തോളം റബ്ബാനിയ മസ്ജിദിന്റെ ഈ ഒരു ഊഷ്മളമാകപ്പെട്ട പരിപാടി രണ്ടാം ദിവസം ഇന്ന് സമാപിക്കാൻ പോവുകയാണ്. കഴിഞ്ഞ വർഷമാണ് ഇത്തരം ഒരു പരിപാടിയുമായി ബന്ധപ്പെട്ട് നമ്മുടെ റബ്ബാനിയ മസ്ജിദിന്റെ ഇവിടുത്തെ ഈ ഒരു ചെറിയൊരു കമ്മിറ്റി ഭാരവാഹികൾ ഇത്തരം ഒരു പരിപാടി സംഘടിപ്പിക്കാൻ സന്നദ്ധ പ്രകടിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് കടന്നു വന്നത്. അൽഹംദുലില്ലാ, വളരെ നല്ല രീതിയിൽ നമുക്ക് സംഘടിപ്പിക്കാൻ സാധിച്ചു. നമുക്കറിയാം, ബഹുമാനപ്പെട്ട അഷ്റഫുൽ മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏറ്റവും കൂടുതൽ ഊന്നൽ നൽകിയെന്നാണ് അറിവിന് വേണ്ടി വിദ്യാഭ്യാസത്തിന് പ്രസിദ്ധി നൽകിയ മതമാണ് വിശദമാക്കപ്പെട്ട ഇസ്ലാം. അപ്പോൾ ഇത്തരം ഒരു മഹത്തായ സംഘം സംഘടിപ്പിക്കുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ഈ മഹത്തായ സംഗമത്തിലേക്ക് അല്ലാഹുവിന്റെ മലക്കുകൾ ഇറങ്ങി വരുമെന്ന് ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ നമുക്ക് പറഞ്ഞു തരുമ്പോൾ നമ്മുടെ മഹത്തായ സംഗമത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്നത് അത്രമത് ശരിയല്ല. അതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട ഇവിടെ ഇരിക്കുന്ന പണ്ഡിതന്മാർക്ക് മുൻനിർത്തിക്കൊണ്ട് ഞാൻ ഇവിടെ തൊഴിലിരിക്കുന്ന മുഴുവൻ ആളുകളോടും മഹത്തായ സംഗമത്തിൽ വന്നിരുന്നു കൊണ്ട് കസേരകളെ മുഴുവൻ ഭംഗിയാക്കി നൽകണമെന്ന് വിശുദ്ധമാക്കപ്പെട്ട ഇസ്ലാമിന്റെ പേരിൽ ആദ്യമായി തന്നെ അഭ്യർത്ഥിക്കുകയാണ്. ഞാൻ കൂടുതലായിട്ടൊന്നും പ്രസംഗിക്കാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാലും ഇന്നലെ നമ്മുടെ മഹത്തായ സംഗമം വളരെ വിപുലമായ രീതിയിൽ തന്നെ മുന്നോട്ട് പോകുകയായിരുന്നു. അൽഹംദുലില്ലാ, നമ്മുടെ മഹത്തായ സംഗമം ഉദ്ഘാടനം നിർവഹിക്കേണ്ടിയിരുന്ന ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് ഷഫീഖ് അലി ശിഹാബ് തങ്ങളുടെ സാന്നിധ്യം ഇന്നലില്ലാത്തത് കൊണ്ട് വളരെ എല്ലാവർക്കും വേദന ഉണ്ടായിരുന്നു. അൽഹംദുലില്ലാ, നമുക്ക് മഹാനായ തങ്ങൾ അവരുടെ സാന്നിധ്യം ഇന്ന് നമുക്ക് അറിയിച്ചിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ബഹുമാനപ്പെട്ട സയ്യിദായ തങ്ങൾക്ക് ആഫിയത്തോട് കൂടുതൽ ദീർഘായുസ്സ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കൂടുതലായിട്ടൊന്നും പറയാതെ ഭാഷ നീട്ടിപ്പോൾ ആഗ്രഹിക്കുന്നില്ല. എന്നെ കർത്തവ്യത്തിലേക്ക് കടക്കാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ ഇന്നത്തെ മഹത്തായ സംഗമത്തിൽ ഉദ്ഘാടനം നിർവഹിക്കുന്നത് ബഹുമാനപ്പെട്ട നമുക്കെല്ലാവർക്കും അറിയാം പാണക്കാട് കുടുംബത്തെ പറ്റി. കൊടപ്പള്ളത്ത് തറവാട്ടിലെ ബഹുമാനപ്പെട്ട മുന്നോട്ട് പാണക്കാട് സയ്യിദ് ഷഫീഖ് അലി ശിഹാബ് അവர்களാണ് മഹത്തായ സംഗമത്തിൽ ഉദ്ഘാടനം നിർവഹിക്കുന്നത്. മഹാനായ തങ്ങൾക്ക് അല്ലാഹു ആഫിയത്തോട് കൂടുതൽ ദീർഘായുസ്സ് നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒപ്പം മഹത്തായ സംഗമത്തിന് ഈ മഹത്തായ റബ്ബാനിയ മസ്ജിദ് കമ്മിറ്റിക്ക് വേണ്ടി ഞാൻ ഹാർദമായി സ്വാഗതം ആശംസിക്കുകയാണ്. നമ്മുടെ മഹത്തായ സംഗമത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് ബഹുമാനപ്പെട്ട നമ്മുടെ മഹത്തായ മഹല്ലിൽ ഇമാം ബഹുമാനപ്പെട്ട ഇബ്രാഹിം ഉസ്താദിനെ ആദരപൂർവ്വം മഹത്തായ സംഗമത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒപ്പം എല്ലാവരും കാത്തിരിക്കുന്ന പ്രഗത്ഭ പ്രാസംഗികന്മാരാണ് വേദിയിലിരിക്കുന്നത്. ബഹുമാനപ്പെട്ട താജുദ്ദീൻ ഉസ്താദ് നമ്മുടെ മഹത്തായ സംഗമത്തിൽ പ്രഭാഷണം നടത്തുന്ന ഉസ്താദിനെയും ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ മുഖ്യ പ്രഭാഷണം നിർവഹിക്കുന്നത് ബഹുമാനപ്പെട്ട നാഫി ഉസ്താദിനെയും ആദരപൂർവ്വം മഹത്തായ സംഗമത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒപ്പം നമ്മുടെ മഹൽ ഉസ്താദിനെയും ഈ മഹലിന്റെ മുഴുവൻ വ്യക്തികളെയും വിശിഷ്യായ മഹത്തായ റബ്ബാനിയ മസ്ജിദിന്റെ കർമ്മോത്സവനായ പ്രവർത്തകന്മാരെയും പ്രസിഡന്റ് സെക്രട്ടറി മുതലായ എല്ലാവരെയും ഒറ്റവാക്കിൽ മഹത്തായ സംഗമത്തിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്തുകൊണ്ട് മഹത്തായ സംഗമത്തിന്റെ അധ്യക്ഷ പദവി അലങ്കരിക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട ഇബ്രാഹിം ഉസ്താദിനെ ആദരവോടെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.